ഹലോ, എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം വൈകിട്ട് നല്ലൊരു മഴയൊക്കെ പെയ്തിരുന്നപ്പോൾ ഒരു കൊതി വാഴയ്ക്കപ്പം കഴിക്കാൻ. വാഴയ്ക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി, എന്ത് വേണോ പറയാം. അങ്ങനെ ഒറ്റയ്ക്കൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രീഡമാണ്. എന്ത് വേണോ ചെയ്യാം. നമുക്കിപ്പോൾ വാഴയ്ക്കപ്പം കഴിക്കണമെന്ന് തോന്നി, ഓക്കെ, വാങ്ങിച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ചുണ്ടാക്കാം. ഇപ്പോൾ രാത്രി ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയോ, ഓക്കെ, സെപ്റ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി ചെയ്ത് വരുത്തി കഴിക്കാം. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു ഇപ്പോൾ. ബട്ട് ചില സമയത്ത് നമുക്ക് ഇതൊന്നും ഷെയർ ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്ന് തോന്നും. ഓഫ് കോഴ്സ് ഒരു കോയിനും രണ്ട് സൈഡുള്ള പോലെ എല്ലാത്തിനും രണ്ട് സൈഡുണ്ട്. അങ്ങനെ ഞാൻ വാഴയ്ക്കപ്പം നല്ല തിന്നായിട്ട് പീസസ് കട്ട് ചെയ്യാൻ നോക്കുകയാണ്. കാരണം തിന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. വാഴയ്ക്കപ്പം നല്ല 1, 2, 3 ഒക്കെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാൻ തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കുന്നതാണ്. ഇത് ആക്ച്വലി ഞാൻ ഇവിടെ വന്നതിന് ശേഷം 2ാം തവണയാണ് നമ്മുടെ പഴംപൊരി അഥവാ വാഴയ്ക്കപ്പം ഞാൻ ട്രൈ ചെയ്യുന്നത്. കാരണം കുറച്ചൊരു കാറ് കെട്ടി മഴ പെയ്താൽ എനിക്ക് ഫസ്റ്റ് പഴംപൊരി അല്ലെങ്കിൽ പരിപ്പുവട ഇതാണ്. പക്ഷെ പരിപ്പുവട ഉണ്ടാക്കാൻ കുറച്ച് പണിയുള്ളത് കൊണ്ടും അടുത്ത് കടകളിലൊന്നും പരിപ്പുവട ലഭ്യമല്ലാത്തത് കൊണ്ടും വാഴയ്ക്കപ്പത്തിൽ ഞാൻ ഒതുക്കുകയാണ് എൻ്റെ ആ ഒരു ആഗ്രഹം. അങ്ങനെ പഴമൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാണ് പഴത്തൊലി സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഈ നമ്മുടെ വാഴപ്പഴത്തിന് പഴത്തൊലിയിൽ എന്തൊക്കെയോ ഉണ്ട്, വൈറ്റമിൻ എയോ കെയോ സിയും ഫോസ്ഫറസൊക്കെ ഉള്ളത് കൊണ്ട് അത് ഞാനിങ്ങനെ മുഖത്ത് ചെയ്തതാണ്. പിന്നെ ഇടയ്ക്കൊരു ബ്രൗണി കഴിച്ചു സെപ്റ്റോ ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ. അങ്ങനെ ബ്രൗണിയൊക്കെ കഴിച്ച് തീർത്തിട്ട് നമുക്കതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ബാറ്ററിന് മെയിൻലി മൈദ, പിന്നെ കുറച്ച് അരിമാവും കൂടെ ഞാൻ എടുത്തു, എനിക്ക് ആ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ നമ്മുടെ വാഴയ്ക്കപ്പം ഇങ്ങനെ കുഴഞ്ഞിരിക്കാൻ പാടില്ലല്ലോ. നമ്മുടെ ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ, പേരെന്തുമായിരുന്നു, മറന്നുപോയി. ഓക്കെ, നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചു. എണ്ണ നല്ല ബബിളിട്ട് ചൂടായി വരുമ്പോൾ പയ്യെ രമേഷ് സുധീഷ് അങ്ങനെ എന്തോ ആണല്ലേ. ഇത് രമേഷ് സുധീഷൊന്നും അല്ല, എൻ്റെ വാഴയ്ക്കപ്പം നല്ല സ്ട്രെയിറ്റായിട്ട് നല്ല കുട്ടപ്പനായിട്ടിരിക്കും. അങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇടുമ്പോൾ ഒരു നല്ല സൗണ്ട് കേൾക്കില്ല, ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ വാഴയ്ക്കപ്പമൊക്കെ ബാറ്ററിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് പയ്യെ എണ്ണയിലിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. ഇത് ഉണ്ടാക്കുന്ന സമയം ജസ്റ്റ് ഒന്ന് വന്ന് ചൂടോടെ കഴിക്കാനുള്ള കൊതിയോടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റോടെ ഉണ്ടാക്കുകയാണ്. അതൊരു ഭയങ്കര ഫീലാണ്, എക്സൈറ്റ്മെൻറ്റോടെ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നു. അതും പുറത്ത് നല്ല ഒരു കാറ് കിട്ടിയ മഴക്കാറൊക്കെ കണ്ട്, ഒരു ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ സിനിമയൊക്കെ കണ്ട് ഒരു ചൂട് ചായയും കൂടെ വേണം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ചൂട് ചായ വേണം. അപ്പം ഞാൻ ലാസ്റ്റ് ബാച്ച് എണ്ണയിലോട്ട് ഇട്ടിട്ട് ചായ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ചായ പേഴ്സണാണ് ഞാൻ, കോഫിയെക്കാളും. കോഫി പ്രിഫർ ചെയ്യും ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി, ബട്ട് ചായയാണ് മെയിൻ. അങ്ങനെ ചായയ്ക്ക് വേണ്ടിയുള്ള പാത്രം എടുത്തു. ഈ നമ്മൾ സിനിമ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം, അതാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം. അങ്ങനെ ചായ റെഡി, നമ്മുടെ ചൂട് വാഴയ്ക്കപ്പം റെഡി, കാണാൻ ഒരു മൂവിയും റെഡി. അങ്ങനെ സന്തോഷം, ഹാപ്പിനെസ്, ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ. താങ്ക് യു.